ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഗാന്ധി ഭവനിൽ പോയിരിക്കണം. നിങ്ങൾക്കും അവകാശങ്ങളുണ്ട്. പ്രോവിഡന്റ് ഫണ്ടിന് പകരം പേരൻസ് ഫണ്ട് എന്ന് എന്തുകൊണ്ട് അയച്ചുകൂടാ? ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. സഹിക്കാൻ കഴിയില്ല, നിങ്ങളെ കണ്ണുക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളൊക്കെ എങ്ങനെ ഇങ്ങനെ ആയി പലപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്. ഞാൻ റിട്ടയർ ചെയ്തു, വീട്ടിലിരിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് ഗാന്ധി ഭവനും സോമരാജ് സാറാണ് സത്യത്തിൽ എൻ്റെ കണ്ണ് തെളിയിച്ചത്. ആദ്യമായി ജീവിതം എന്താണ്, മനുഷ്യൻ എന്താണ്, അല്ലെങ്കിൽ ഓരോരുത്തൻ്റെയും ജീവിതം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ വന്നതിന് ശേഷമാണ്. അതുവരെ ഞാൻ ഒരു ഫെയറി ലാൻഡിലായിരുന്നു. ഞാൻ പുറമേ കാണുന്ന സന്തോഷവും അതുമെല്ലാം അതാണ് ജീവിതമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഒരു 20 വർഷത്തിന് മുമ്പാണ് ഞാൻ ഇവിടെ ആദ്യമായത്. എൻ്റെ ഭാര്യയാണ് ആദ്യമായി എന്നോട് പറഞ്ഞത്, അവിടം പോയി ഒരു പ്രാവശ്യം സന്ദർശിക്കാം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഗാന്ധി ഭവനിൽ പോയിരിക്കണം. ഓരോരുത്തർ കാണുമ്പോഴും ഞാൻ പൊട്ടി കരയുകയായിരുന്നു. ഇതാണല്ലോ ജീവിതം, ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ എന്ന തിരിച്ചറിവ് എനിക്ക് അന്നാണ് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? PF എന്നൊക്കെ പറഞ്ഞ് പ്രോവിഡൻറ്റ് ഫണ്ട് ഒരു സംഭവമാണ് പ്രോവിഡൻറ്റ് ഫണ്ട്. കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യാതെ കിട്ടുന്നൊരു കാര്യമാണ്. അത് ഞാൻ പലപ്പോഴും ആലോചിച്ചു. ഈ പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് തന്നെ കിട്ടുന്നതാണ്. ഉദ്യോഗസ്ഥനിൽ നിന്ന് ഒരു ഭാഗം പിടിച്ചെടുക്കുകയും ബാക്കി അതിൻ്റെ അതേ എമൗണ്ട് സർക്കാർ ഇട്ട് അവസാനം റിട്ടയർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു തുകയാണ്. ഇതിന് പകരം പ്രോവിഡൻറ്റ് ഫണ്ടിന് പകരം പേരൻസ് ഫണ്ട് എന്ന് എന്തുകൊണ്ട് അയച്ചുകൂടാ? ആക്കണം. അത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ, ഞാൻ ഇവിടം വരെ എങ്ങനെ എത്തി അത് മാത്രം ചിന്തിച്ചാൽ മതി. ആ അമ്മയെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ താൻ ഇവിടെ ജീവിക്കണ്ട. ഏറ്റവും കുറഞ്ഞത് ഒരു ഫണ്ട്, പ്രോവിഡൻറ്റ് ഫണ്ട് എന്നാണ് ഞാൻ പറയുന്നില്ല, പേരൻസ് ഫണ്ട്, അങ്ങനെ ഒരു ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ എന്തെല്ലാം അനാവശ്യങ്ങൾക്ക് കാശ് ചിലവാക്കുന്നു. ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നമ്മളത് മുന്നോട്ട് വെച്ചാൽ മാത്രമേ അവരതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കൂ. എന്തായാലും ഒരു കാര്യമാണ്, നിങ്ങളൊന്നും ഒരു ബാധ്യതയല്ല എന്ന സത്യം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ശരിക്കും മനസ്സിലാക്കി, നിങ്ങൾക്കും അവകാശങ്ങളുണ്ട്. കാരണം നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്തവൻ മക്കളല്ല. അങ്ങനെയുള്ളവരിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്, കമ്പൽസറി ആയിട്ടും ഈ ഒരു ഫണ്ട് ഗവൺമെൻറ് ശേഖരിക്കണം. അത് നിങ്ങൾക്ക് തന്നെ കിട്ടുകയും വേണം. അങ്ങനെയെങ്കിൽ നമ്മളാരും അനാഥരാവില്ല.